ചെയ്തു. ഒരു തെരുവുകൊണ്ട സ്റ്റൈൽ ഒന്നുമല്ല, ഇതൊരു ചെയർമാനല്ലേ, ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം. ആണാണെങ്കിൽ മൂർച്ചയുള്ള കത്തിയായിട്ട് എന്റെ മുന്നിൽ വരാം. സ്വർണ്ണക്കടയുടെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡ് മുനിസിപ്പൽ ചെയർമാൻ നശിപ്പിച്ച് കളഞ്ഞതായി പരാതി. പാലാ നഗരത്തിൽ പ്രവർത്തിക്കുന്ന അച്ചയൻസ് ഗോൾഡിന്റെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡാണ് പാലായിലെ മുനിസിപ്പൽ ചെയർമാൻ സാജു തുരുത്തിനെത്തി നശിപ്പിച്ച് കളഞ്ഞത്. ഈ ഒരു പരസ്യ ബോർഡിന്റെ ഈ ഭാഗത്ത് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ടോണി വർക്കിച്ചന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഈ മുനിസിപ്പൽ ചെയർമാൻ എത്തി കീറിക്കളയുകയായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ ചിത്രം ഉണ്ടായിരുന്ന അത്രയും ഭാഗം കത്രിക ഉപയോഗിച്ച് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ഇവിടെ നിന്ന് കീറി എടുത്തുകൊണ്ട് പോയൊരവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ സ്ഥാപനത്തിന്റെ ഉടമ ടോണി വർക്കിച്ചൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ ചിത്രം കൃത്യമായി വെട്ടിയെടുത്ത് നശിപ്പിച്ചു, അതെന്താണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിരോധത്തിന് കാരണം? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഷാജു തുരുത്തനും വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനായിരിക്കും എൻ്റെ ഫോട്ടോ വെട്ടി അത് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയത്. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു ഫോട്ടോ ചിരിച്ചോണ്ടെങ്കിൽ ഫോട്ടോ കൊടുക്കുകയല്ല ഷാജു തുരുത്തന്. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? എന്താണിത് വിഷയം? എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ 3 വർഷമായിട്ട് ഈ കട നടത്തി വരുവാണ്. അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനം. നേരത്തെ നമ്മൾ ബോർഡ് സ്ഥാപിച്ചിരുന്ന ഇത്രയും നിങ്ങൾക്ക് കാണാം, ഇത്രയും ഇറക്കിയായിരുന്നു ഞങ്ങൾ ബോർഡ് സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഒരാഴ്ച മുമ്പ് മുനിസിപ്പാലിറ്റി നമുക്ക് നോട്ടീസ് തന്നപ്പോൾ മാറ്റണമെന്ന് തന്നെ അവർ പറഞ്ഞു. ഫുട്പാത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അത് മാറ്റി സ്ഥാപിക്കണമെന്ന് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. അന്ന് തന്നെ രാത്രി ഞാൻ ഇവിടെ വരെ, അതായത് അനധികൃതമായിട്ടിരുന്ന ബോർഡ് മാറ്റി ഈ ബോർഡ് ഞാൻ വെച്ചു. പക്ഷേ ഒരുപക്ഷെ സാജു തുരുത്തന്നെ 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച് കൊടുക്കുമല്ലെന്ന് തന്നെ ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വിരോധത്താലാവാം അന്ന് തന്നെ രാത്രി, അതായത് നിയമാനുസൃതമായിട്ട് നിൽക്കുന്ന ഈ ബോർഡ് സാജു തുരുത്തൻ ഒരു മൂർച്ചയുള്ള കത്തിയുമായിട്ട് വന്ന് ഈ ബോർഡ് എൻ്റെ ഫോട്ടോ മാത്രം വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ അകത്തേക്ക് കയറി എൻ്റെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു തെരുവുകൊണ്ട സ്റ്റൈൽ ഒന്നുമല്ല, ഇതൊരു ചെയർമാനല്ലേ, പാലാ നഗരസഭയുടെ ചെയർമാൻ തെരുവ് ഗുണ്ടയെ പോലെ ഭീഷണിപ്പെടുത്തുവാണോ ചെയ്യുന്നത്? ഒരിക്കലും അത് അംഗീകരിക്കില്ല. മുനിസിപ്പൽ ചെയർമാൻ അകത്തേക്ക് കയറി കത്തിയുമായിട്ട് വന്ന് എൻ്റെ ജീവനക്കാരോട് അസഭ്യം പറയും. അതുകൂടാതെ നിൻ്റെ അച്ചായൻ്റെ ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ നിർത്തി കാണിക്കാടാ എന്നുള്ള സെൻറ്റൻസും കൂടെ പുള്ളി പറഞ്ഞ് എനിക്ക് വിഷമമുണ്ട്. കാരണം ഈ അച്ചയൻസ് ഗോൾഡ് എനിക്ക് എൻ്റെ സ്ഥാപനത്തിൻ്റെ നല്ലൊരു ശതമാനം പാവങ്ങൾക്ക് വേണ്ടി അന്നദാനവും ഞാൻ ഉപയോഗിക്കുകയാണ്. നല്ലൊരു ശതമാനം തന്നെ അന്നദാനത്തിനും അതേപോലെ സമൂഹ വിവാഹത്തിനും അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഷാജു തുരുത്തനെ പോലെയുള്ള തെരുവ് കൊണ്ടൊക്കെ എന്തുവിന് എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ സ്നേഹിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ നല്ലത് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? ഇദ്ദേഹത്തിന് താങ്കളോട് വിരോധം തോന്നാനുള്ള കാരണം എന്താണ്? അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് 2 ലക്ഷം രൂപ അന്ന് ചോദിച്ചു. വന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു റെസിപ്റ്റ് വേണം, എനിക്ക് അല്ലാതെ തരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റെസിപ്റ്റ് തരുവല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൈക്കൂലിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൈക്കൂലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ ബോർഡ് പൊളിക്കുന്നതിൻ്റെ തലേദിവസം ഷാജു തുരുത്തൻ ഇവിടെ കട അടച്ചിട്ടിട്ട് മോളിൽ റൂമിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തി. 2 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിന്നെ ഒന്നും വെറുതെ വിടുകയില്ല എന്നുള്ള രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തി. ഭീഷണിക്ക് വഴങ്ങുക എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ സ്വഭാവമല്ല, അത് അച്ചായൻ്റെ. ഇനി സാജു തുരുത്തന് എന്തെങ്കിലും എൻ്റെ ജീവനക്കാരെ വെല്ലുവിളിക്കുകയല്ല ചെയ്യണേ. ആണാണെങ്കിൽ ഞാൻ ഈ പാലാ ടൗണിൻ്റെ നടുക്ക് നിൽക്കാം, ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം. ആണാണെങ്കിൽ മൂർച്ചയുള്ള കത്തിയായിട്ട് എൻ്റെ മുന്നിൽ വരാം, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്നോളാം. വളരെ തെറ്റാണ്. ഞാൻ സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നയാളാണ്. എന്നോടൊക്കെ വന്ന് കൈക്കൂലി ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. സാജു തുരുത്തന് ഒരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ എന്നോടൊന്നും കൈക്കൂലി ചോദിക്കരുത്. കാരണം സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് ഞാൻ. ആദ്യം ഈ ഫുട്പാത്തിലേക്ക് ഇറക്കി സ്ഥാപിച്ചിരുന്ന ബോർഡ് അത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടപ്പോൾ നമ്മളത് മാറ്റുന്നു. ആ രാത്രി തന്നെ ബോർഡ് മാറ്റുന്നു, പകരം പുതിയൊരു ബോർഡ് സ്ഥാപിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ബോർഡ് ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങിയിരുന്നു, ഈ ബോർഡ് ഇവിടെ നിന്ന് നീക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾ ഹൈക്കോടതി സ്റ്റേ വാങ്ങിയതിന് ശേഷം നിയമപരമായിട്ടുള്ള ബോർഡാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം കോടതിയെ വരെ ധിക്കരിച്ച് കോടതിയെ വെല്ലുവിളിച്ച് ഈ ബോർഡ് കീറുക എന്ന് പറഞ്ഞാൽ എന്തൊരു നഗരസഭ ചെയർമാൻ, എന്താണ് ചെയർമാൻ എന്നുള്ളത്? തെരുവ് ഗുണ്ടയാണോ? നിങ്ങൾക്കറിയാം, ഇത് ഹൈക്കോടതി സ്റ്റേ ആണ്. ഈ സ്റ്റേ ലംഘിച്ചാണ് ഷാജു തുരുത്തൻ ഇവിടെ ബോർഡ് വലിച്ചു കയറിയത്. വളരെ മോശമാണ്. ഒന്നുമല്ല, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവരെ ഈ മുഖ്യ സ്ഥാനത്ത് ഇരുത്താം. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കോടതിയും പോലീസുമായിട്ട് ഇന്ന് തന്നെ FIR ഇടും. കോടതിയും പോലീസുമായിട്ട് ഞാൻ പോകും. കാരണം ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല. അദ്ദേഹം ചെയ്യുന്നത് സാധാരണക്കാരെ വെല്ലുവിളിക്കാം. ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം നാളെ ഒരു വ്യാപാരിയുടെ മുകളിൽ കത്തിയുമായിട്ട് ചെയ്യും. ആ കത്തി ഞാൻ സമ്മതിക്കില്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അയാൾക്ക് എന്നെ വെല്ലുവിളിക്കാം. ഞാൻ പാലാ ടൗണിൻ്റെ നടുക്ക് തന്നെ നിൽപ്പുണ്ട്, ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം. അയാൾക്ക് വരാം, മൂർച്ചയുള്ള കത്തിയായിട്ട് വരാം. പിന്നെ
ഈ സ്റ്റേയുടെ കോടതി ഇലക്ഷൻ കേസിന് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വിധത്തിൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇയാൾക്കെതിരെ വേറെയും കേസുകളുണ്ടെന്ന് ആണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേനും മനസ്സിലായത്. അതുകൊണ്ട് ഒരു തരത്തിലും നാളെ ഒരു വ്യാപാരിക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ വഴി കാണുന്നവരെ തല്ലാൻ ഇയാൾക്ക് ഒരു അവകാശമില്ല. അതിനെതിരെ ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകും. നിങ്ങൾക്കറിയാലോ, ഒരു കത്തിയില്ലാതെ ഇത് കീറാൻ പറ്റില്ല. ആ കത്തിയായിട്ട് വന്ന് ആ മൂർച്ച കത്തി കാണിച്ചാണ് ജീവനക്കാരോട് വെല്ലുവിളിച്ചത്. എടാ നിൻ്റെയൊക്കെ അച്ചായൻ്റെ ചാരിറ്റി ഞാൻ നിർത്തി തരാടാ എന്ന് പറഞ്ഞ് അസഭ്യം പറയുകയും ചെയ്തു. എൻ്റെ ജീവനക്കാർ അവർ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവർ അവരെ വെറുതെ വിട്ടോളൂ. അച്ചായനുണ്ട് ഇവിടെ നടുക്ക്, വാ, ആണായിട്ട് തന്നെ വാ. ഇയാൾ ഒഫീഷ്യൽ വണ്ടിയെ നഗരസഭയുടെ കാറിൽ വന്ന് ഇയാൾ ഈ പണി കാണിച്ചത്, അതായത് ഈ ഫോട്ടോ വെട്ടിയെടുക്കുകയും ചെയ്തു. 2 തെരുവുകുണ്ടകളെ കൊണ്ട് അയാൾ വന്നിരുന്നു. ഇയാൾക്ക് എന്തെങ്കിലും എന്നോട് പറയണോ, അച്ചായൻസ് ഗോൾഡിനോട് പറയാനുണ്ടോ, നോട്ടീസ് വിടുക. അതിന് നമ്മൾ ഉറപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾക്കറിയാലോ, മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് തന്നപ്പോഴേ അന്ന് വൈകിട്ട് ഞങ്ങൾ നിയമം അനുസരിച്ച് ഇന്ന് വരെ പോയിട്ടുള്ളൂ. ഞങ്ങൾ സമൂഹത്തോട് ഒരിക്കലും വെല്ലുവിളിക്കുക. സമൂഹത്തിലുള്ള ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പമാണ്. അവരോട് ഞങ്ങൾക്ക് ഒരിക്കലും വെല്ലുവിളിക്കേണ്ട കാര്യമില്ല. അവർ ആവശ്യപ്പെട്ട പോലെ തന്നെ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ മാറ്റി. പക്ഷേ കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ വിരോധം എൻ്റെ ഫോട്ടോയ്ക്ക് കാണിച്ച് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനായിരിക്കും മുമ്പേ പറഞ്ഞാൽ. വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഉറപ്പായിട്ടും നിയമ നടപടികളുമായിട്ട് അച്ചായൻസ് ഗോൾഡ് മുന്നോട്ട് തന്നെ പോകും. ഞങ്ങൾ ഇവിടം വരെ കയ്യേറിയെന്നല്ല, നമ്മൾ അങ്ങനെയാണ് ബോർഡ് വെച്ചത്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ നോട്ടീസ് വന്നപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ബോർഡ് മാറ്റി. പിന്നെ എങ്ങനെ ഞാൻ ഒറ്റക്കാരിയെ നഗരസഭാ ജീവനക്കാർ, അതായത് ഈ ഷാജു തുരുത്തലിനോട് ഞാൻ ഒറ്റക്കാരി, ഇതെങ്ങനെ നടപ്പാതെയാവും? ഇതെങ്ങനെ സമൂഹത്തിൽ നടപ്പാതെ? ഈ പൊക്കി വെച്ചിരിക്കുന്നതാണോ നടപ്പാതെ? ആദ്യം നിങ്ങൾ ഇതിന് കാര്യങ്ങളാണ്, എന്നിട്ട് സമൂഹത്തിൽ വന്ന് വെല്ലുവിളിക്ക്. എന്താണെങ്കിലും പാലാ നഗരത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇത് അച്ചായൻസ് ഗോൾഡ് എന്ന സ്ഥാപനമാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ്. ആദ്യം ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നത്, കുറച്ച് ഫുട്പാത്തിലേക്ക് ഇറങ്ങിയാണ് ബോർഡ് സ്ഥാപിച്ചിരുന്നത്. അത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമാണ്. അത് മുനിസിപ്പാലിറ്റി നോട്ടീസ് തന്ന ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ അത് നീക്കം ചെയ്താണ്. നിയമം അനുസരിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അത് മാറ്റം ചെയ്യുന്നു. പകരം മറ്റൊരു ചെറിയ ബോർഡ്, അതായത് ഇവരുടെ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയ ബോർഡ് സ്ഥാപിക്കുന്നു. അത് അവിടെ നിന്ന് മാറ്റരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇവിടേക്ക് എത്തുകയും മറ്റു 2 ആളുകളും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടേക്ക് എത്തുകയും ഈ പരസ്യ ബോർഡിലുണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ചിത്രം അത് കത്രികയോ മറ്റ് ആയുധമോ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് വെട്ടിയെടുക്കുകയുമായിരുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. എന്താണെങ്കിലും ഒരു മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിയാണിത്. ആ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത് നിയമലംഘനമാണെങ്കിൽ സ്വാഭാവികമായും നോട്ടീസ് നൽകാം. നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഓപ്ഷനുകളുണ്ട്. അത് ചെയ്യാതെ ഇത്തരത്തിൽ നേരിട്ട് കത്തിയുമായി എത്തി അല്ലെങ്കിൽ ഒരു ആയുധവുമായി എത്തി ഇത്തരത്തിൽ ഈ പരസ്യ ബോർഡ് നശിപ്പിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയല്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ പാലാ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ MD ടോണി വർക്കിച്ചൻ വ്യക്തമാക്കുന്നത്. പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.